எங்களுடைய சென்ட்ரல் பாஸ்டருக்காக நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. அவர் ஆயத்தப்பட்ட தேவனுடைய கோட்டையை கடந்து போயிருக்காருக்காக நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. அங்கே சென்று அந்த அடக்காரனை கடந்து விட்டு சந்தோஷமாய் ஆண்டவரே எல்லா காரியங்களை ஆசீர்வதிக்கும்படியாக நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. எல்லா தேவதாசர்களும் எடுத்து பயன்படுத்துவீராக. அந்த பாட்டுகள் பாட ஒவ்வொருவரையும் நலப்படுத்துவீராக. சாட்சிகள் சொல்ல ஒவ்வொருவரையும் நலப்படுத்துவீராக. சங்கீதம் பெருக்காய் நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. வர்ஷிப்பதற்காக நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. தேவ சக்தி நேரத்துக்காக நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. இது கடைசியாக எங்கள் மத்தியில் இருந்துக்காக நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. எல்லாரும் போறவராக உதவி செய்வீராக. விசேஷமாக நம்முடைய மாதாபிதாக்களுக்காக ஜெபிக்கிறோம். வரவேற்பு கொண்டு வராத மக்களுக்காக ஜெபிக்கிறோம் ஆண்டவரே. நன்றியோடு ஸ்தோத்திரம். வேலை சத்துக்காக ஓடிக்காய் கடந்து போன படிப்புக்காய் கடந்து போன எல்லா மக்களுக்காக ஜெபிக்கிறோம் ஆண்டவரே. சுகவீனமாய் பலவீனமாய் பிள்ளைகளுக்காக ஸ்தோத்திரிக்கிறோம் ஆண்டவரே. எல்லாரும் கர்த்தர் ஆசீர்வதிப்பீராக. ஆரம்பம் முதல் முடியும் வரை தேவ கிருபை, தேவ பிரசன்னம், தேவ ஆலயம் இங்கே காணப்படும்படியாக ஜெபிக்கிறோம் ஆண்டவரே. இந்த ஆபத்திலே கூட்டாய்மைக்கு விரோதமாக எழும்புகிற சகல அந்தகார வல்லமைகளை இயேசு கிறிஸ்துவின் நாமத்திலே நாங்கள் கடினப்படுத்துகிறோம். கர்த்தருடைய நாமத்தை வெளிப்படுத்தும். துதி கன மகிமை எல்லாம் நாங்கள் உமக்கே செலுத்துகிறோம். இயேசுவின் மூலம் ஜெபம் கேளும் ஜீவனுள்ள நல்ல பிதாவே.
17-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിക്കുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലിയതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ആമേൻ. ഇതിൻ്റെ ആവർത്തനമാണ്, ഇതിൻ്റെ വിവരണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ലേഖനങ്ങളിൽ സ്തോത്രം യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 21-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഇരുപതാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം
കലങ്ങി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ആമേൻ. 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ആരെ കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ നോക്കി ആംഗ്യം കാട്ടി മതി. കർത്താവേ അതാർ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വാക്കുകളിൽ നിന്ന് വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ. മാറോട് ചേർന്നിരിക്കുന്ന ശിഷ്യൻ, ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, ആമേൻ, ഉള്ളത് പങ്കുവയ്ക്കാതെ മറച്ചു വച്ചിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ ചോദിക്കുകയാണ്, ആമേൻ, ആരാ എന്ന് ചോദിക്കുക. സ്തോത്രം, ആമേൻ. ഇപ്പൊ യേശുവിനെ സ്നേഹിക്കുന്ന ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യനോട്, ആമേൻ, തൻ്റെ ഹൃദയത്തിലെ വേദന പങ്കുവയ്ക്കുകയാണ്, നടക്കാൻ പോകുന്നത് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനോട് ചേർന്ന് യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ, യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായി മാറുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കഴിയുമോ? ആമേൻ. നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം വലിയതാണ്. നാം അകന്നു പോയിട്ടും അകലാതെ, ഹല്ലേലൂയ, നാം മറന്നുപോയിട്ടും മറക്കാതെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തോട് ചേർന്ന് വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കർത്താവ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി അറിയിച്ചു തരുവാൻ, ഹല്ലേലൂയ, നമുക്ക് ചില രഹസ്യങ്ങളെ അറിയിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹിക്കുവാൻ, മാതൃകയായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? ചേരട്ടെ യേശുനാഥാ, ഇന്നേരം നീയാണെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. പിന്മാറോട് ചേരട്ടെ ഞാൻ യേശുനാഥാ, നീയാണെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാരോട് ചേരട്ടെ ഞാൻ യേശുനാഥാ, ഇന്നേരം നീയാണെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും
ജീവനും പ്രാണനും നീയേ. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നീ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നീ പുത്രനാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ. സമർപ്പണത്തോടെ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. നിന്നോട് ചേരട്ടെ ഞാൻ വിശ്വനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ് നിന്നോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്. ഹല്ലേലൂയ. ഒരു മാസങ്ങൾക്ക് കൂടി കടന്നു വരുവാനും അതോടൊപ്പം അയൽപ്പാടൊക്കെ നിങ്ങൾ സഹായിച്ചു. എനിക്ക് സമയം അനുവദിച്ച ദാസന്മാർക്കുള്ള പദ്ധതി അറിയിച്ചു കൊടുത്തു. നമുക്കൊരു വാക്യം മാത്രം ഒരുപാട് പുസ്തകങ്ങൾ 20-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചിട്ട് അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചെങ്കലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചെങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വധിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് വഞ്ചനയുടെ ആത്മാവിന്റെ 4 പ്രതീകങ്ങൾ കാണാൻ പറ്റും. വഞ്ചനയുടെ ആത്മാവ് ബന്ധിക്കുന്ന ഒരു ആത്മാവ് ഇന്ന് ലോകത്തിലുണ്ട്. മത്തായി 12-ാം അധ്യായത്തിൽ യേശു വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് 29-ാം വാക്യത്തിൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ല. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്നവന്റെ കോപ്പ് കളർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. നല്ലൊരു സന്ദർഭമാണ്. ഈ ദൈവമക്കളൊക്കെ മാസയോഗത്തിന് ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മൾ ബലഹീനരായിരിക്കാനല്ല, നമ്മൾ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയാണ്. നമ്മൾ ഒരുമിച്ച് ആത്മാവിലായി കഴിഞ്ഞാൽ ദേശശക്തികൾ കൊണ്ടുപോകും. വിശ്വസിക്കുന്ന രാമേ ഉറപ്പായിട്ട് പറയാം. കാരണം ഈ സ്പിരിറ്റ് വഞ്ചിക്കുന്ന ഒരു ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവ്. ഞാനിവിടെ വന്നിരിക്കുമ്പോ ഒരു വചനം എന്റെ ഉള്ളിൽ ഇങ്ങനെ വെളിപ്പെടും. നമുക്ക് ഈ സമയങ്ങളൊക്കെ ചുരുക്കി ചെയ്യാനുള്ളതുകൊണ്ട് എന്റെ ഉള്ളിനകത്ത് അത് വന്നതുകൊണ്ടാണ് ഈ ഒരു വാക്ക് ഞാനെടുത്ത് സംസാരിക്കേണ്ടത്. കാരണം 1 യോഹന്നാൻ 4-ാമത്തെ വാക്യം, കള്ളപ്രവാചകന്മാരും ഒന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ശോധന ചെയ്തില്ലെങ്കിൽ 33-13 സംഭവിച്ചൊരു കാര്യമാണ്. അതിന്റെ 33-13 യഹോവയായ ദൈവം ചെയ്തു പോയ ശേഷം ബോധം വരുന്നതാണ് വഞ്ചന. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെട്ട ശേഷം ബോധം വന്നിട്ടുള്ള കാര്യം. ഒരുപാട്
പ്രസംഗമൊന്നുമല്ല, ഒരു ചെറിയ ചിന്ത. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ് സഭ. ഈ സഭയ്ക്കകത്ത് ആക്കി വെച്ചത് ദൈവത്തിന്റെ ഹിതം നമ്മിൽ കൂടി വെളിപ്പെടുത്താൻ കഴിയും. ആ ദൈവഹിതത്തെ തകർക്കുന്ന പൈശാചിക ശക്തികൾ ഈ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. യൂദയുടെ ലേഖനത്തിൽ നമ്മളെ കുറിച്ച് ഒരു വാക്കുകളുണ്ട്. ദൈവമക്കളായ ദേവദാസന്മാരെ നമുക്കുള്ള ഒരു ദൗത്യം യൂദയുടെ പുസ്തകത്തിൽ അതിന് 22 23 വാക്യങ്ങൾ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ഇവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ അതിന്റെ സെൻട്രൽ വാക്ക് പറയുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് ആര് രക്ഷിക്കാനാണ്? നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. ഈ തീ അറിയാതെ അതിന്റെ കാഠിനത ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞു. സ്വർഗം പറഞ്ഞിട്ട് ഒന്ന് കൈയടിക്കാൻ പോലും ദൈവമക്കൾക്ക് മനസ്സില്ല. പക്ഷെ നരകം പറഞ്ഞപ്പോ ഒരു കത്തൽ കത്തി സ്വന്തം പറഞ്ഞു പിടികിട്ടിയില്ല. നരകം പറയാൻ തുടങ്ങിയാൽ സ്വർഗത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. ഈ തീയാണ് ഏകദേശം 15 വിഭാഗത്തെ ഈ തീപ്പൊയ്യിൽ തള്ളിക്കളയുന്നത്. വെളിപ്പാട് 19-20 വാക്യം, 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പടപടാമെന്ന് വായിക്കും. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. 10-ാം വാക്യം വായിച്ച് 20-ന്റെ 10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതിന്റെ 14 വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 21-8 വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരിയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലത്രേ രണ്ടാമത്തെ മരണം. അതൊന്നും വായിക്കാൻ കിട്ടൂല. അതൊന്നും പറഞ്ഞു 22-ന്റെ 15 ഒറ്റ കാര്യം അത് ഞാൻ പറഞ്ഞോളാം. നായ്ക്കൾ ഇങ്ങനെ എണ്ണിയാൽ 15 വിഭാഗത്തെ ദൈവം തന്റെ ശിക്ഷാവിധിക്കകത്താക്കുന്നതാണ്. കള്ളം പറയാത്തവർക്ക് രാമേ പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഒന്ന് പഠിക്കണം. 1 മൃഗം, 2 കള്ളപ്രവാചകൻ, 3 വഞ്ചിച്ച പിശാച്, 4 മരണം, 5 പാതാളം, 6 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ദുഷ്ടജനം. ബാക്കി ഇവിടെ എത്രയായി? 6 പേരായി. 6 പേര്. ബാക്കി 21-ന്റെ 8-ൽ 8 വരെ കാണാം. അതേ ഗ്രൂപ്പ് തന്നെയാണ് 22-ന്റെ 15-ലുള്ളത്. അതിലുള്ള നായ്ക്കൾ കൂടി കളിക്കുക. അപ്പൊ 8 1 9 ഒരാമി പറഞ്ഞാണ്. ഇതിൽ 15-ാമത്തെ സാധനമാണ് നായ്ക്കൾ. ഈ നായെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവനാമത്തിന് വേണ്ടി ഉപേക്ഷിച്ചത് എന്താണെങ്കിൽ അതിനെ മടക്കി എടുക്കുന്ന ഒരു വ്യക്തിയെ ബൈബിൾ പ്രതിനിധീകരിക്കുന്നത് നായ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 15-ാമത്തെ നായാണെങ്കിൽ ഒരുത്തൻ പിന്മാറിപ്പോയാൽ
അവനിൽ ഈ 15 കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു സ്പിരിറ്റാണ്. 15 വിധത്തിലുള്ള ആവികളാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഈ അഗ്നിയിലേക്ക് അയക്കാനല്ല നമ്മൾ വീണ്ടെടുത്തത്. അതാണ് യൂദയുടെ ലേഖനത്തിൽ സംശയിക്കുന്നവരായതിനോട് കരുണ ചെയ്യും, ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പി. തടവിലപ്പോൾ ദിവസം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ 2025 കഴിയുമെങ്കിൽ നരകത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ആ തീരകപ്പെടാതെ വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ എനിക്ക് കൃപ തന്നത്. ആത്മാവിൽ ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ച് ഈ മാസയോഗത്തിനകത്ത് അറിയ പല സഭകളായി ഇവിടെ കൂടിയിരിക്കുമ്പോൾ അടുത്ത മാസയോഗത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറഞ്ഞുവെന്ന് പറയത്തക്കവണ്ണം ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തണം. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കിറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കിറ്റുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂല്യവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ ഇഷ്ടമാക്കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനേ. ശ്രീനരപതിയേ സിയോൻ മണവാളനേ. ഞാനിനി ചോദിക്കുന്നൊരു ചോദ്യം ചോദിച്ച് എന്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളുകളായി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ ഉൾപ്പെടെ, നിലമ്പൂർ സെന്ററിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഉൾപ്പെടെ, നമ്മുടെ സഭയിൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരോടും ഒരൊറ്റ കണ്ടനാളത്തിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നത് പോലെ ഒരു ചോദ്യം. നമ്മുടെ സഭയുടെ പേരാണ്. സംശയമുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത്ര മതി. അത് മാതാപിതാക്കൾ അങ്ങനെ പറയും. പെന്തക്കോസ്ത് ചർച്ചപ്പോൾ എന്റെ വിഷയം അത് തന്നെയാണ്. ഈ സഭയെക്കുറിച്ച് രണ്ട് പറഞ്ഞ് ഇരിക്കാം എന്ന് വെച്ചതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നിബന്ധനത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളോട് വളരെ ആധികാരികതയോട് സംസാരിക്കുന്നത് അവിടുത്തെ മേശയിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണമേ. വാതിലുകളെ തുറക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ആധികാരിക വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് പെന്തക്കോസ് എന്നുള്ള വിഷയം. പെന്തക്കോസ് സമുദായം വിട്ട്, ആചാരങ്ങൾ വിട്ട്, ആരാധനകൾ വിട്ട്, പൗരോഹിത്യം വിട്ട്, ആദിയാകുന്ന മധുവകയിലെ എല്ലാ ശുശ്രൂഷകളും വിട്ടിട്ട് ഒരു പഴഞ്ഞൻ പുസ്തകം കൈപ്പിടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് പകൽ ഈ മാസത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ടവർ ചോദിക്കട്ടെ, പ്രിയരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആചരിച്ച ആരാധനയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നുപോയ വഴിത്തരക്കലെല്ലാം വിട്ടിട്ട് ഈ കൊച്ചു കെട്ടിടത്തിന്റെ അകത്തളങ്ങളിലേക്ക്, ഇല്ല ഈ ആലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? അടുത്ത കാര്യം, ഈ കൊച്ചു കൂട്ടത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ആകമാന വിഷയം എന്താണ്? പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ പദം, പെന്തക്കോസ്റ്റ എന്ന് പറയുന്ന ഹീബ്രു പദത്തിൽ നിന്നുണ്ടായ ഒരു പദമാണ്. കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ ഇതിനെ കുന്തക്കോസ് എന്ന് വരെ വിളിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട്, ബന്ദിക്കോസ് എന്ന് വിളിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കുന്നു, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും പറയും ആണെന്ന് പറയും. പക്ഷെ നിങ്ങളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഈ ഗൂഢലൂരുകാരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആത്മാവിൽ ശക്തി ഞാൻ പറയാം, പെന്തക്കോസ്ത് ഒരു സഭയേ അല്ല. അതൊരു വേദോസം അടയ്ക്കാൻ തുടങ്ങി തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ പോയിരിക്കുകയാണെന്ന് പറയാൻ പറയാൻ ബാക്കിയാൽ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയല്ല. പിന്നെ എന്താണ് പെന്തക്കോസ്ത്? അത് അനുഭവമാണ്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് സഭയിലാണോ കൂടുന്നതെന്ന് ചോദിച്ചാൽ നാട്ടുകാർ അങ്ങനെ പറഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ തന്നെ ഞങ്ങൾ പെന്തക്കോസ്തുകാരാ എന്ന് പറയുന്നു. പക്ഷെ പെന്തക്കോസ്തുകാരാ എന്ന് പറയുമ്പോൾ നാം ആരാണെന്ന് ഓർക്കണം. പെന്തക്കോസ്ത് അനുഭവമാണ്. പെന്തക്കോസ്ത് കെട്ടിടമല്ല, പെന്തക്കോസ്ത് പള്ളിയല്ല, പെന്തക്കോസ്ത് മറ്റ്
സംവിധാനങ്ങളൊന്നുമല്ല. പെന്തക്കോസ്ത് ഓരോ വ്യക്തികളിലും വരുത്തിയ പരിവർത്തനമാണ്. അത് അനുഭവമാണ്. അത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനുഭവിക്കുന്നവരുടെ മുഖം കണ്ടാൽ നന്നായി തിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, 1-2 വാക്യങ്ങൾ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം വായിക്കുന്നില്ല, വളരെ വേഗത്തിൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം 6-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ആ. അവർക്ക് പ്രത്യക്ഷനായി ആ. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു. 6-ാം വാക്യം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആ. അവർ അവനോട്, കർത്താവേ, ആ. ഈ ഇസ്രായേലിന് ഈ കാലത്തിലല്ലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. മതി. ഈ 2 വാക്യം വായിക്കുമ്പോൾ എന്താണ് പെന്തക്കോസ്ത്, പെന്തക്കോസ്ത് നിമിത്തം എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയാണ് ഇന്ന് പകൽവേളി പറയുന്നത്. ഒന്ന്, പെന്തക്കോസ്ത് ശക്തീകരണമാണ്. പെന്തക്കോസ്ത് ശക്തീകരണം. പെന്തക്കോസ്തിന്റെ ശക്തീകരണം എന്താണ്? ദൈവരാജ്യമാണ്. പെന്തക്കോസ്ത് എന്താണ് ചോദിച്ചാൽ ശക്തീകരണം. അത് കൈമനത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്തിന്റെ പ്രത്യേകത ദൈവരാജ്യമാണ്. യേശു ജീവിച്ചിരുന്നപ്പോൾ ശ്രീഹന്മാരായ 12 പേരോട് പറയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഇനി പോട്ടെ, യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ആരംഭം തന്നെ ദൈവരാജ്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന് ശ്രീഹന്മാരോടും ഉലകത്തിലുള്ള സകല മാനവജാതിയോടും ഒരുപോലെ പറയാനുള്ള ഏക അതുല്യമായ സ്പഷ്ടമായ സന്ദേശം ദൈവരാജ്യമാണ്. ഒരു വൈരുദ്ധ്യം അതുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഒരു വൈരുദ്ധ്യം കിടപ്പുണ്ട്. ഒന്ന്, യേശു പറയുന്നത് ദൈവരാജ്യമാണ്. യേശു ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറയുമ്പോ ഇവിടെ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഇസ്രായേലിന്റെ രാജ്യമാണ്. ശ്രദ്ധിച്ചേക്കണേ, ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ യേശു ആഗ്രഹിക്കുമ്പോ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹന്മാർക്ക് മുഴുവൻ അവരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് ഇസ്രായേൽ രാജ്യത്തെ കുറിച്ചാണ്. ഞാൻ പറയുന്നു, ദൈവരാജ്യവും ഇസ്രായേൽ രാജ്യവും രണ്ടും രണ്ടാണ്. ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രത്യേകത സിംഹാസനമുണ്ട്, കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, ഭരണകർത്താക്കന്മാരുണ്ട്. ദൈവരാജ്യം അതല്ല. ഭൗമികമാകുന്ന ദൈവരാജ്യം ഒരുവന്റെ കണ്ണിൽ പെടുമോ ആത്മികന്റെ അകത്തളം കത്തി തൊളിക്കേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൂടെ ഈ ശിഷ്യന്മാര് കാലങ്ങളായി നടന്നിട്ടും അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർക്ക് പിടികിട്ടിയില്ല. എന്താ പിടികിട്ടാന്ന് ചോദിച്ചാൽ അവരിപ്പോ അടിമയാണ്. റോമ ഗവൺമെന്റ് എന്ന് പറയുന്ന അടിമകൾ ഇവരെ അടിമയാക്കി വെച്ചിരിക്കുക. അവർക്കിപ്പോ കിരീടമില്ല, അവർക്കിപ്പോ ചെങ്കോലില്ല, അവർക്കിപ്പോ ഭരണമില്ല, സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വന്നപ്പോൾ അവർ യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോ അവർ രാജ്യം സ്വപ്നം കാണുകയാണ്. കാരണം ഇന്നത്തെ രീതി മാറും, ഇന്നത്തെ സംവിധാനങ്ങൾ മാറും, ഇന്നത്തെ ചുറ്റുപാടുകൾ മാറും. അതിന്റെ കാരണം ഞങ്ങൾ സിംഹാസനത്തിലിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് റോമ ഗവൺമെന്റിന് ഞങ്ങൾ കപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ റോമ ഗവൺമെന്റ് കപ്പം കൊടുത്ത് റോമർ പോലും ഞങ്ങളെ അടിയറവെക്കുമെന്ന് അവർ വിചാരിച്ച് കാത്തിരിക്കുക. വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാതെ പറയാം. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് ഇവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അകത്ത് വെളിപ്പാടുണ്ടായത്? ഇന്നും പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഭൗതിക ചിന്തകൾ വിടണം. നമുക്ക് എന്തെങ്കിലും ഭൗതികമാകുന്ന ചിന്തകൾക്ക് വേണ്ടിയാണ് ഈ ആത്മീയത്തെ കൈകാര്യം ചെയ്തെങ്കിൽ നിങ്ങളുടെ അകത്തളം കത്തി തൊഴിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. യേശുവിന് പറയാനുള്ളത് ദൈവരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയാ, അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് ചിന്ത വരാതെ സ്വരാജ്യം തലയ്ക്ക് പിടിച്ചു. ആ തലയ്ക്ക് പിടിച്ച മത്തുമാറിയത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയപ്പോഴാണ്. പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർക്ക് എന്ത് ലഭിച്ചു? ശക്തി ലഭിച്ചു. ദൈവാത്മാവിന്റെ അത്യന്തപരമായ ശക്തി അവരുടെ മേൽ ശക്തമായി വ്യാപരിച്ചു കഴിഞ്ഞപ്പോ അവർക്കൊരു കാര്യം പിടികിട്ടി. ദൈവരാജ്യത്തെ കുറിച്ചുള്ള അകത്ത് ഒരു വെളിപ്പാടുണ്ടായി. അകത്ത് വെളിപ്പാടുണ്ടാക്കുക മാത്രമല്ല, അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നങ്ങളിൽ അവൻ രാജ്യം സ്ഥാപിച്ച് അതിനുവേണ്ടി യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് വെളിപ്പാടുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ ഭൗതികമാകുന്ന ചിന്തകളെ വെടിഞ്ഞ് ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് ഒന്ന് ഉയർത്തപ്പെടണമെങ്കിൽ ആത്മാവിനെ കൊണ്ടേ സാധ്യമായുള്ളൂ. മാസലോകത്തിൽ വന്ന
പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ പറയുന്നു, അകത്തു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ വ്യാപം പൊട്ടി ദൈവരാജ്യം കാണാൻ പറ്റുള്ളൂ. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ നടക്കും. രോഗികളെ വന്നാൽ അവൻ സൗഖ്യം പ്രാപിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽവേളയിൽ ആത്മശക്തിയുള്ള ദൈവജനം അറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ഉണ്ടാകണം. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി ഒഴുകിയ സന്ദർഭങ്ങളൊക്കെ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ സമസ്ത ആളുകളും ഒരുപോലെ മുട്ടുമടക്കാൻ തയ്യാറായി. സെയ്മൂർ എന്ന് പറയുന്ന ഒരു കറുത്തവർക്കാരൻ, സെയ്മൂർ എന്ന് പറയും, അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായ ഉണർവാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഉണർവ് സമയത്ത് അവയെ കറുത്തവർക്കാരനെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ കഴിയാതെ, കറുത്തവർക്കാരനെ ചേർത്ത് നിർത്താൻ കഴിയാതെ പുറന്തള്ളി. അങ്ങനെ വരാങ്കലിൽ തിരുവചനം പഠിച്ച ആ അസൂസ സ്ട്രീറ്റിൽ വെച്ച് വചനം പഠിച്ച ഈ സെയ്മൂർ ഉണ്ടല്ലോ, താനൊരു ഉണർവ് യോഗം നടത്തി. ആ ഉണർവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോ വെളുത്ത മിന്നുന്ന കണ്ണുള്ള വെളുപ്പന്മാരാകുന്ന സായിപ്പുമാരിൽ നിന്ന് മുട്ടുമടക്കി പറഞ്ഞു, ആത്മാവിനെ ഞങ്ങൾക്ക് വേണം. ഇന്ന് പകൽവേളയിൽ ആത്മനിറവുള്ള ദൈവസഭയോട് പറയുന്നു, അത് പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്ഥിതിഗതികൾക്ക് അടിസ്ഥാനപരമായി മാറ്റം സംഭവിക്കണമെങ്കിൽ അത് പുട്ടപ്പാടിയിലും പള്ളിക്കുത്തിലും പാലാലും അവൻ കൂടല്ലൂരും നിലമ്പൂരും ആത്മാവിനാകണം. ദൈവത്തെ കരകൾ തട്ടി ആത്മനിറവോടെ ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്ത് ആത്മനിറവിറങ്ങിയ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരും. അത്ര പറഞ്ഞ നിർത്തുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളക്കരയിൽ ഉണ്ടായ ആത്മീയതയെ കുറിച്ച് പറയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. പെന്തക്കോസ്റ്റ് എന്താണ്? പെന്തക്കോസ്റ്റ് ദൗത്യമാണ്. അതിപ്പോ മറക്കരുത്. പെന്തക്കോസ്റ്റ് എന്താണ് മോനെ? എന്താണ്? ദൗത്യമാണ്. അപ്പൊ എന്തോ ദൗത്യമാണ്. അപ്പോ ഒന്ന് കേട്ട് എന്താ വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്റെ സാക്ഷികളാകും. പെന്തക്കോസ്റ്റിന്റെ രണ്ടാമത്തെ ദൗത്യം സാക്ഷിയാകുക എന്നുള്ളതാണ്. മറക്കരുത്, സാക്ഷിയാകുക എന്നുള്ളതാണ്. എന്താണ് സാക്ഷ്യം? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷിയാകും. ഇവിടെ സാക്ഷിയെ കുറിച്ച് പറയുമ്പോൾ ആമേ എന്താണ് പറയുന്നത് ചോദിച്ചാൽ ഇവിടെ രണ്ടു കാര്യമുണ്ട്. ശക്തിയാണോ നമുക്ക് വേണ്ടത്? പരിശുദ്ധാത്മാവാണോ വേണ്ടത്? അപ്പോ സാക്ഷിയാകുകയാണോ? ഭൂമിയുടെ അറ്റത്തോളം പോവുകയാണോ? വെള്ളിയാഴ്ച ഒന്ന് തുടങ്ങി വിട്ടായിരുന്നു. ഞാൻ പറയാം, ഈ 2-3 കാര്യം മാറ്റിവെച്ചാൽ ഇത് നടുക്ക് കിടക്കുന്ന ഇതിന്റെ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഒരു വാക്കുണ്ട്. അത് കൂടല്ലൂരുകാര് മറക്കരുത്, പാലാതുകാര് മറക്കരുത്. എന്റെ സാക്ഷിയാകണം. അപ്പൊ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശക്തീകരണം അവിടെ നിൽക്കട്ടെ, ഭൂലോക അറ്റത്തോട് പോകുന്നത് അവിടെ നിൽക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സാന്നിധ്യമൊക്കെ നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. അതിന്റെ അകത്ത് മറഞ്ഞ് ഒളിഞ്ഞ് കിടക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. എല്ലാവരും ചേർന്നെന്ന് പറയണം, എന്റെ സാക്ഷിയാകണം. എന്റെ എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? അത് മറ്റാരുമല്ല പറഞ്ഞേ, നമ്മുടെ നടുവിലൂടെ നടക്കുന്ന നടുനായകത്വം വഹിക്കുന്ന കർത്താവ് യേശു പറഞ്ഞതാണ്, എന്റെ സാക്ഷിയാകണം. ഞാൻ ചോദിക്കുന്നു, നമുക്കെല്ലാം സാക്ഷ്യം പറയാം. നിങ്ങളോട് ആരോടും എനിക്ക് വൈരാഗ്യമില്ല, അങ്ങനെ ആരോടും തന്നെ എനിക്ക് വൈരാഗ്യമില്ല എന്നുള്ളതാണ്. എന്നെ കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങനെ വലിയ വൈരാഗ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കുക, നമ്മളെല്ലാം സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ എല്ലാം നടക്കുന്നുണ്ട്, ഞങ്ങൾ സുഖമായിരിക്കുന്നു, ശുഭമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം സാക്ഷിയായെന്നായിരുന്നു പറഞ്ഞു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സാക്ഷിയായെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ തന്നതേ നാല് ഭിത്തിക്കകത്ത് നിന്ന് കൈയടിച്ച് അന്യഭാഷ പറയാനാണെന്ന് എവിടെ എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവിനെ തന്നത് അത് സ്ത്രീയായാലും പുരുഷനായാലും വയോധികനായാലും ചെറുപ്പക്കാരനായാലും യേശുവിന്റെ സാക്ഷിയാകാനാ. ഇന്ന് പകൽവേളയിൽ ആരെ വിട്ട് വളരുമോ ഒരൊറ്റ തീരുമാനത്തോടെ വളരണം, അവന്റെ സാക്ഷിയാകണം. ഈ സാക്ഷി എന്നുള്ള പറയുന്ന പദം പറയുമ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമുണ്ട്. ഈ സാക്ഷി എന്ന് പറയുന്നത് ഈ കോടതി ഭാഷയാണ്, അല്ലെ? കോടതി ഭാഷയാണ്. കോടതി ചെന്ന സാക്ഷി എന്തിനാ ചോദിക്കുന്നത്? അപ്പം സഭയിലും സാക്ഷിയുണ്ട്. സഭയിലെ സാക്ഷിയല്ല, കോടതിയിലെ സാക്ഷി.
പണ്ടൊരു അച്ഛനെ പറഞ്ഞതുപോലെ അവൻ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ആരെയെ കൊണ്ടുപോയി സാക്ഷി പറയാൻ പറ്റി അവൻ തോന്നുന്നു വിളിച്ചു പറയും. കോടതി ചോദിച്ചു, പ്രതികൂട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണോ, സാക്ഷിയാണോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളുടെ ഉറത്തെ കെട്ടിക്കാനത്തിൽ സഹായം ചെയ്യണം. അത് മനസ്സിലായോ? സാക്ഷിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. സാക്ഷിയാകണം, യേശുവിന്റെ സാക്ഷിയാകണം. പ്രിയപ്പെട്ടവരെ, സാക്ഷി പറയുന്നതാണ് കാര്യം. സാക്ഷി പറയുക, ഈ പുള്ളി കുത്തി കൊലപ്പെടുത്തി രക്തമൊഴിക്കൽ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ പോലും കോടതി ശരിവെക്കും. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കുന്നു, യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? കൊട്ടിപ്പാടി എഴുന്നേറ്റ് പോകുക എന്നുള്ളതല്ല, അവന്റെ സാക്ഷിയാകണം. ആശയത്തിൽ വന്ന പ്രിയപ്പെട്ടവർ പറയുന്നു, ഈ പെന്തക്കോസ്തിൽ ഇറങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ട്രാക്ട് കൊടുക്കാനോ സാക്ഷ്യം പറയാനോ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് മുമ്പാകെ ആത്മാവിനെ നിറഞ്ഞു വന്ന ദൈവത്തിന് പകരം അവന്റെ തന്നെ ഒരു സാക്ഷിയായി തീരാൻ ഇന്ന് പകൽ ആഹ്വാനം ചെയ്യുകയാണ്. പെന്തക്കോസ്തിന്റെ ചരിത്രം തന്നെ സാക്ഷിയാവുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ അതാണ്. വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ അവിടെ നിർത്തുകയാണ്. പെന്തക്കോസ്തിന്റെ പ്രഖ്യാപനം, നമ്മുടെ സഭയുടെ കാര്യം കുഞ്ഞെ മറക്കരുത് കേട്ടോ. പെന്തക്കോസ്തിന്റെ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ യേശു കർത്താവാണ്. വായിക്കാം, ഇത് വായിച്ച അപ്പോസ്തലർ 2:36. യേശു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ച്, കണ്ടോ, ദൈവം കർത്താവ് ക്രിസ്തുവാക്കി വെച്ച് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആമേൻ. ഇതാരുടെ പ്രഖ്യാപനം? പത്രോസിന്റെ പ്രഖ്യാപനമാണ്. കാരണം പത്രോസിന്റെ ജീവിതത്തിലേക്കൊന്നു പോയാൽ എവിടെയൊക്കെ തള്ളിപ്പറയാമോ അവിടെയെല്ലാം തള്ളിപ്പറഞ്ഞവനാണ്. ഈ കാര്യമുണ്ടിരുന്നപ്പോൾ അവിടെ പറഞ്ഞ് അറിയത്തില്ല, പ്രാഗുവാനും ആണയിടാനും തുടങ്ങി. പടയാളിയുടെ മുമ്പിൽ പ്രാഗുവാനും ആണയിടാനും തുടങ്ങി. യേശുവിനെ എങ്ങനെയൊക്കെ തള്ളിക്കളയാമോ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന് 120 പേരുടെ സംഘത്തിൽ ആത്മാവിറങ്ങിയപ്പോ അവൻ ഇതുവരെ ആരെ ഭയപ്പെട്ടോ, ആരെ ഭയപ്പെട്ട് ജീവിതം നയിച്ചോ, ആരെ ഭയപ്പെട്ട് മുറിക്കകത്ത് കയറി വാതിലടച്ചോ, അവരെ എല്ലാം വിസ്മരിച്ചിട്ട് ആത്മശക്തിയോടെ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം കർത്താവ് ക്രിസ്തുവാക്കി വെച്ചു. നമ്മുടെ പ്രഖ്യാപനമായിരിക്കണം യേശു കർത്താവാണെന്ന്. കർത്താവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ യഹൂദന്മാരാകുന്ന ഇസ്രായേലിനെ വിചാരിച്ചു അവര് കർത്താവക്കന്മാരായി. കാരണം ഇവനെ ക്രൂശിക്ക എന്നുള്ള അവർ പറഞ്ഞു. അവരുടെ കയ്യിലും അവരുടെ നാവിന്റെ തുമ്പത്തുമാണ് യേശുവിന്റെ ജീവൻ എന്ന് അവർ കരുതി. ഒരു കാര്യം പറഞ്ഞാൽ, മാനുഷികമായി പറഞ്ഞാൽ, ഈ ജനത്തിന് വിട്ടുകൊടുക്കാനും ഈ ജനത്തെ കൊല്ലാനും കൊടുക്കാൻ പറ്റും. പക്ഷേ അവരങ്ങനെ കൊല്ലാൻ കൊടുക്കാൻ പറ്റുമ്പോ പത്രോസ് അവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളാണ് ന്യായാധിപന്മാര്, നിങ്ങളാണ് കർത്താവെന്ന്. പക്ഷെ അല്ലല്ല, നിങ്ങൾ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇവനാണ് നിങ്ങളുടെ ന്യായകർത്താവ്. ഇവന് മാത്രമേ നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത്, കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലാത്തവരുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ളവർ പറഞ്ഞു, കർത്താവിനെ അവൻ ഹൃദയത്തിൽ അംഗീകരിക്കണം. അങ്ങനെ യേശുവിന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരും കർത്താവിനെ അംഗീകരിക്കുക. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം കർത്തൃത്വം ചെയ്യുന്നവൻ എന്നാണ്, നമ്മെ ഭരിക്കുന്നവൻ എന്നാണ്. കഴിഞ്ഞ നാളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഹൃദയത്തിൽ വന്ന ആത്മനിറവുള്ള വിശുദ്ധരോട് വിളിച്ചു പറയുന്നു, അവന്റെ വീട്ടിൽ ആരുണ്ടെങ്കിലും, നാട്ടുകാരും ചാർച്ചക്കാരും ബന്ധുക്കളുണ്ടെങ്കിലും ആലോചന പറഞ്ഞ് കർത്തൃത്വം ചെയ്ത് വഴിനടത്തുന്ന ഒരു കർത്താവ് നിനക്കുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ആത്മശക്തിയോട് വിളിച്ചു പറ, കർത്താവ് നമ്മെ കർത്തൃത്വം ചെയ്യട്ടെ. അവര് ജനത്തോട് വിളിച്ചു പറഞ്ഞു, കർത്താവ് ഒരാളേ ഉള്ളൂ, അത് യേശു മാത്രമാണ് കർത്താവ്. ഞാൻ പറയുന്നു, അവനല്ലാതെ കർത്തൃത്വമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഭയങ്കര പ്രസംഗം കേൾക്കാം. അവർ ചോദിക്കും, നീ രോഗിയാണോ? ആ, നീ രോഗിയായിട്ട് അവൻ നിന്റെ തലവേദന മാറാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന ഹോസ്പിറ്റലിൽ പോയി, ഇന്ന ഡോക്ടർ നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ വാ, ഒരു ഓപ്ഷൻ ഞാൻ തരാം, അവൻ അത് കർത്താവാണ്. പിന്നെ പറയുന്നു, ബിസിനസ് തകർന്നു പോയ ഒരുത്തരോട് പറയുന്നു, നല്ലൊരു കൺസൾട്ടന്റ് ആയി അവൻ നന്നായി നിങ്ങൾ കാര്യം പറഞ്ഞു തരാൻ കഴിയുന്ന കഴിവുള്ളവരെ പരിചയപ്പെടുത്താം. തകർന്നു പോയവരെ വിളിച്ചു വരുത്തി പറയുന്നു, ഓ യേശു കൊള്ളാം. യേശു ഒരു ഓപ്ഷൻ ആണോ? യേശു ഒരു ഓപ്ഷൻ ആണോ? യേശു ഒരു ഓപ്ഷൻ അല്ല, യേശു മാത്രമാണ്. ഞാൻ പറയുന്നു, നഷ്ടപ്പെട്ട ഇങ്ങോട്ട് വരും
സൗഖ്യം കൊടുക്കുന്ന ഏതാണ്ട് ഒരു വൈദ്യനല്ല. ഇന്ന് മുതൽ പറയട്ടെ, അവൻ കർത്താവാണ്. അവൻ എന്താണ് പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ലെന്ന് ഇന്ന് മുതൽ എന്റെ ദൈവസഭ ആത്മാവിൽ തിരിച്ചറിയട്ടെ. കരങ്ങൾ തട്ടിപ്പോന്ന യേശുവല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ വേറെയില്ല. ജീവിതത്തിൽ എനിക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവാണെന്ന് ഇന്നുവരെ മറന്നുപോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗത്തേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് 24:49 വാക്യം. ലൂക്കോസ് 24:49. ശക്തി, സാക്ഷിയാകാനുള്ള ശക്തി. ആരോടാ യേശു പറഞ്ഞെന്നറിയാമോ? അവൻ ശക്തി എന്ന വാക്ക് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്നും ശക്തി വരും. ആ ഉയരത്തിൽ നിന്നും ശക്തി വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർക്കണം. അങ്ങനെ ശക്തി പ്രാപിച്ച് കടന്നുപോയ ആളുകളാണ് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചവരാ സ്നേഹിതന്മാർ. അതാണ് അപ്പോസ്തലന്മാരുടെ 1:8 നമ്മൾ വായിച്ചത്. ഞാൻ പറയുന്നു, ആത്മാവ് വരുന്നത് ശക്തി തരാനാണ്. ഈ ശക്തി തരുന്ന ആത്മാവിന്റെ ശക്തിയോടെ പോയി ഇന്നലെ ഭയപ്പെട്ടു പോയ ആളുകളൊക്കെ പറഞ്ഞു, യേശുവിൽ മാത്രമേ സൗഖ്യമുള്ളൂ. ഇവർ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരികയാണ്. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ യേശുവിന്റെ ദൗത്യം ചെയ്യാൻ ഈ മാസയോഗം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നാകണം. ഇന്ന് മുതൽ ആലയത്തിന്റെ അകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്ത് കടന്നു പോകണം. എന്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും എല്ലാം പറഞ്ഞത്, ഞങ്ങൾക്ക് വെള്ളി പൊന്നുകൊണ്ടും തരാനില്ല. എന്തിനാ കുറിച്ച് നോക്കുന്നത്? ഞങ്ങൾക്കുള്ളത് തരുന്നു. അവൻ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. ഇന്ന് മുതൽ പറയുന്നു, ശക്തി ഉയരത്തിൽ നിന്നും പ്രാപിച്ച ശക്തി ആലയത്തിന്റെ പടിവാതിലിരിക്കുന്നവരെ ആലയത്തിന്റെ അകത്ത് കയറ്റാനുള്ളതാണ്. ഇന്ന് മുതൽ പറയുന്നു, ശക്തിയുള്ളവൻ പുറപ്പെട്ടാൽ, അവൻ അഭിഷേകമുള്ളവൻ പുറപ്പെട്ടാൽ ചിലരെ അകത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇന്ന് പകൽ അറിയുന്ന ദൈവമക്കൾ കരങ്ങളടിച്ചു പറ. ദൈവത്തിന്റെ ശക്തിയിലേക്ക് ചിലരെ കൊണ്ടുവരാൻ ഉയരത്തിന്റെ ശക്തിയാണ് എനിക്ക് വേണ്ടത്. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നലെ ഭയപ്പെട്ടു പോയവരാ വാക്കുകൾ എടുക്കാതെയാ പറയുന്നത്. ഞങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അത്ര ദൈവത്തെ ഉള്ളൂ, അല്ലാതെ ആരെയും ഞങ്ങൾ ഭയമില്ല. കാരണം സാക്ഷിയാകാനുള്ള ശക്തി ഞങ്ങളുടെ പേരുണ്ട്. ഇതിന്റെ അടുത്തൊരു വാക്യം പെട്ടെന്ന് വായിച്ചു നിർത്താം. പെന്തക്കോസ് 5-ാമത്തെ കാര്യമാണ്. പെന്തക്കോസിന്റെ കാര്യപരിപാടി. പെന്തക്കോസിന്റെ കാര്യപരിപാടി യോഹന്നാൻ 20:21 വാക്യം. യോഹന്നാൻ 20:21 വാക്യം. അവരോട് യേശു ശിഷ്യന്മാരെന്ന് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പുരോഹിതത്തിനൊക്കെ പോയി സകലരോടും സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യേണ്ട കർത്തവ്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. യേശു പറയുന്നൊരു കാര്യമുണ്ട്, കൃത്യമായ വിശദീകരണം വരൂ. ആദ്യം പിതാവ് എന്നെയാണ് അയച്ചത്. അതെവിടുന്നാ വന്നത്? അങ്ങ് ഉയരത്തിൽ നിന്നും. അവൻ ദൈവത്തിന്റെ പ്രിയപുത്രൻ, അവൻ സ്വർഗത്തിന്റെ പ്രിയപുത്രൻ, അവൻ മാനത്തോട് ചേർന്നിരുന്നവൻ. സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് പിൻപുലിയിൽ വെടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വന്നത്. അങ്ങനെ മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വന്ന കർത്താവ് പറയുന്നു, അവനാണ് നയിച്ചത്. ആ കർത്താവ് പറഞ്ഞു, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവർത്തി ചെയ്യണം. പെന്തക്കോസ്തിന്റെ ദൗത്യം സാക്ഷിയാകുകയാണെങ്കിൽ പെന്തക്കോസ്തിന്റെ കാര്യപരിപാടി പോകുക എന്നുള്ളതാണ്. ദൗത്യം സാക്ഷിയാകുക എന്നുള്ളതാണ്. കാര്യപരിപാടി അതല്ല ഛായ, കാര്യപരിപാടി പോകുക എന്നുള്ളതാണ്.
ഞാൻ ചോദിക്കുന്നു, നീ പോകാതെ മറ്റൊരുത്തിനെ അയച്ചാലും നീ പോകുന്ന സമാധാനത്തില്ല. ആഹാരം കൊടുത്തോ, വസ്ത്രം കൊടുത്തോ, ശമ്പളം കൊടുത്തോ, അവൻ എന്തും വാങ്ങിക്കൊടുത്തോ, വസ്തു വാങ്ങിക്കോ, പള്ളികൾ കൊടുത്തോ, പക്ഷേ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിനെ നീ പോകേണ്ടതിന് നീ തന്നെ പോകണം. നമ്മളൊക്കെ കഴിഞ്ഞ നാളുകളൊക്കെ നോട്ടീസ് അടിക്കുക ഇതിന്റെ അകത്ത് പറഞ്ഞ പോകുക എന്നാണ്. പക്ഷെ നമ്മളിപ്പം നോട്ടീസ് അടിക്കുന്നത് വരിക എന്നാണ്. എവിടെയെങ്കിലും വലിയ അനുഗ്രഹം പ്രാപിക്കുക അങ്ങനെയാണ് എഴുതുന്നത്. ആണോ? ചെറുപൂര് കാര്യമായിട്ട് ചിരിക്കുന്നേ അങ്ങനെയല്ലേ? പക്ഷെ പുസ്തകം എന്താ പറയുന്നത്? പോകുക, പോകാനാ പറയുന്നത്, വരാൻ പറയുന്നില്ല. പോകാൻ നമ്മൾ എല്ലാവരും വിളിക്കുക, വരിക, അനുഗ്രഹം പ്രാപിക്കുക, ഇഷ്ടം പോലെ കുടിക്കാം. കുടിക്കട്ടെ, ഞാൻ പറയുന്നത് പോകണം. വീട് വിട്ടു പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, നാട് വിട്ടു പോകണമെന്നല്ല പറയുന്നത്. ഈ പെന്തക്കോസ്തിന്റെ കാര്യപരിപാടി ഒരംഗമാകാൻ ഇന്ന് മുതൽ പ്രാപ്തരായ ദൈവമക്കളുണ്ടെങ്കിൽ സദകുടനെ വിളിച്ചു പറ, എന്നെ അയക്കണമേ, അതിനെ പൊയ്ക്കൊള്ളാമെന്ന് വിളിച്ചു പറയാൻ തയ്യാറാക്കണം. പോകുകയും അയക്കുകയും ചെയ്യണം. ലോകത്തുള്ള മനുഷ്യനെ ജോട്ടസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ക്രിസ്തു ഇല്ലാത്തവരും ക്രിസ്തു ഉള്ളവരും രണ്ട് കൂട്ടം ജനമാണ്. ക്രിസ്തു ഇല്ലാത്തവരും ക്രിസ്തു ഉള്ളവരും അവരാണ് മിഷണറി, അവരാണ് മിഷണറി. ക്രിസ്തു ഇല്ലാത്തവരാണ്, അവരാണ് വയല്. ക്രിസ്തു മകൻ മറക്കരുത്. ക്രിസ്തു ഉള്ളവരും ക്രിസ്തു ഇല്ലാത്തവരും കാലഘട്ടത്തിലുള്ളപ്പോ ക്രിസ്തുവുള്ളവർ മിഷണറിമാരാ. കൊച്ചു കുഞ്ഞു തുടങ്ങി ഏറ്റവും പുറകിലിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചൻ വരെ, ഈ മുമ്പിലിരിക്കുന്ന പെൺകുഞ്ഞു മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന അമ്മാമ വരെ ആത്മാവിൽ പറയാ, അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്റെ ഒരു തങ്കം വേണം, മറിയാൻ വേണം, ശോഷം വേണമല്ല, ചാക്കോച്ചനും അവറാച്ചനുമല്ല, നിന്റെ മിഷണറി. ക്രിസ്തുവില്ലാത്തവരെ വിളിക്കുന്നത് വചനാണ്, വേലസ്ഥലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്തതിലേക്ക് വന്ന് നമുക്ക് നിർത്താം. യോഹന്നാൻ 20:22-23 വാക്യം. പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ പാപക്ഷമയുടെ ശുശ്രൂഷയാണ്. പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ ആ വാക്യം വായിച്ചു വിടുന്നതോട് വിശദീകരിക്കുന്നില്ല. പാപക്ഷമയുടെ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. മതി, ഒത്തും വായിക്കണ്ട. ഇവിടെ പാപം മോചിക്കാനുള്ള അധികാരമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പാപമോചനത്തിന് അധികമായി ചെയ്യാനുള്ള ശുശ്രൂഷയാണ്. നാം കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോ അവർ പാപം വിട്ടു മടങ്ങി വരും. പൗരോഹിത്യ സഭ ഇതൊരു പണസമ്പാദനത്തിന് വേണ്ടിയുള്ള അധികാരമായി കരുതി യുവക്കൂടിന് മുമ്പിൽ പോയി ഞാനൊരു കാളയെ മോഷ്ടിച്ചു, അല്ല ഞാനൊരു കയറ് മോഷ്ടിച്ചു, പിന്നെ ഏറ്റവും ഒടുവിൽ പറയും അത് രക്തത്തൊരു കാളയം എന്ന് പറയുന്ന പരിപാടിയല്ല ഇത്. ഇന്നു മുതൽ ആത്മാവിൽ പറയുന്നു, പാപമോചനത്തിന്റെ ശുശ്രൂഷ അന്മുഖക്കാരന്റെ കയ്യിലല്ല കൊടുത്തിരിക്കുന്നത്. നെഞ്ചത്തോട് കൈയേർത്ത് വെച്ച് ആത്മാവിൽ പറ, ആത്മാവിൽ ആരാധിക്കുന്ന എന്റെ മേൽ തന്നിട്ടുണ്ട്. ഞാൻ ഈ പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ അവ ചെയ്യാതെ പോയാൽ കർത്താവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അടുത്തത് യോഹന്നാൻ 7:38-39 വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. 7:38-39 വാക്യം. എന്നെ വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് പെന്തക്കോസ്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കാണ്. ഏഴാമത്തെ കാര്യം, പെന്തക്കോസ്തിന്റെ അനുഭവം എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചേക്കണേ, അകത്തുനിന്ന് പുറത്തോട്ട് പോവുക, പുറത്തുനിന്ന് അകത്തോട്ട് വരികയല്ല. യേശു പറയുന്ന ഈ രസകരമായ ചിന്ത എന്ന് പറയരുത്. യേശു പറയുക, വിശ്വസിക്കുന്നതിന്റെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. അവൻ പിന്നെയും ആ ജീവജലത്തിൽ നദി കർത്താവ് വിശ്വസിക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ ശക്തിയിലൂടെ അവന് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത 8ാമത്തെ ചിന്ത ഇവിടെ പറഞ്ഞു വിടുകയാണ്. അപ്പോസ്തലർ 2:44-46 വാക്യം. 44-46 വാക്യം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിട്ട് സകലവും മതി. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അടുത്ത ചിന്തയാണ്, പങ്കിടിയിലാണ്.
പെന്തക്കോസ്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 8 കാര്യം മറക്കരുത്. അടുത്ത മാസത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തതാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, പറയുന്ന പുസ്തകത്തിന് ഗ്യാരണ്ടി ഉണ്ട്. പെന്തക്കോസ്തിന്റെ സ്വഭാവം പങ്കിടിയാണ്. ഞാൻ പറയുന്നു, ദൈവസഭയെ ഒന്നുള്ളവന് ഒന്ന് മറ്റൊരു കൊടുക്കാൻ തയ്യാറാകണം. യേശുവിലേക്കൊന്ന് മടങ്ങി വന്നാൽ അവനെ തന്നെ കൊടുക്കാൻ തയ്യാറായി. അവന്റെ ശരീരം തന്നെ കൊടുത്തു, അവന്റെ ജീവനെ കൊടുത്തു. നമ്മൾ ഇന്നു പകൽ ഇവിടെ ഇരിക്കുന്നതിന്റെ മൂല കാരണം കാൽവരിയുടെ കൊലക്കളത്തിന്റെ മരണമാണ്. അവ എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ തിരുമേശ വളരെ വർണ്ണനയോട് വിളിച്ചു പറയുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പെന്തക്കോസ്ത് ശക്തീകരണമാണ് ദൈവരാജ്യം. പെന്തക്കോസ്ത് ദൗത്യമാണ് സാക്ഷിയാകുക. പെന്തക്കോസ്ത് പ്രഖ്യാപനമാണ് യേശു കർത്താവ്. പെന്തക്കോസ്ത് ശക്തിയാണ് സാക്ഷിയാകാനുള്ള ശക്തി. പെന്തക്കോസ്ത് കാര്യപരിപാടിയാണ് പോകുക എന്നുള്ളത്. പെന്തക്കോസ്ത് പാപക്ഷമയുടെ ശുശ്രൂഷയാണ്. പെന്തക്കോസ്ത് അനുഭവമാണ് ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. പെന്തക്കോസ്ത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വഭാവമാണ് പങ്കിടി. ഒരു നിമിഷം കണ്ണടയ്ക്കാവോ? ഒരു നിമിഷം കണ്ണടച്ച്, ഒറ്റ നിമിഷം കണ്ണടച്ച് ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് ഇന്ന് വരെ നിങ്ങൾ പെന്തക്കോസ്തിന്റെ അകത്ത് കയറിയിട്ട് അതിന്റെ തനതായ നില മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ പോകാൻ ഞാൻ തയ്യാറാ, നീ എന്നെ ഒന്ന് അയക്കണമേ എന്ന് ആത്മാവിൽ എത്ര പേര് പറയും. ആ കരങ്ങളൊന്ന് അവൻ ചേർത്തടിച്ച് ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന്